ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജീവ നീരുറവയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഒരവസരം കൂടെ ദൈവവചനവുമായി നിൽക്കുവാൻ കർത്താവ് തന്നതിനായി തിരുനാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് ഉൽപ്പത്തി പുസ്തകം 45 അധ്യായം 27 വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. യോസഫ് തങ്ങളോട് പറഞ്ഞ വാക്കുകളൊക്കെയും അവർ അവനോട് പറഞ്ഞു. തന്നെ കയറ്റിക്കൊണ്ടുപോകുവാൻ യോസഫ് അയച്ച രഥങ്ങളെ കണ്ടപ്പോൾ അവരുടെ അപ്പനായി യാക്കോബിന് വീണ്ടും ചൈതന്യം വന്നു. അവരുടെ അപ്പനായ യാക്കോബിന് വീണ്ടും ചൈതന്യം വന്നു. വീണ്ടും ഒന്ന് വരുമ്പോൾ ചൈതന്യം നഷ്ടപ്പെട്ട ഒരു അനുഭവം കാണാം. എന്താണ് യാക്കോബിൻ്റെ ചൈതന്യം നഷ്ടപ്പെടാൻ കാരണം? ഉൽപ്പത്തി പുസ്തകത്തിലെ പ്രധാന സംഭവങ്ങളിലൊന്നാണല്ലോ യോസഫിൻ്റെ സംബന്ധിക്കുന്ന, അല്ലെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 37 അധ്യായത്തിൽ യോസഫിന് 17 വയസ്സുള്ളപ്പോൾ അവൻ എൻ്റെ സഹോദരന്മാരെ കാണാൻ പോവുകയും അവർ അവനെ പിടിച്ച് പൊട്ടക്കണ്ടിലിട്ടിട്ട് പിന്നീട് ഇസ്മായിലിലേക്ക് വിൽക്കുകയും ചെയ്തത്. ആ വിവരം യോസഫിൻ്റെ അങ്കി ഒരു ആടിനെ കൊന്ന് അതിൻ്റെ രക്തത്തിൽ മുക്കി അപ്പന് കൊടുത്തയച്ചിട്ട്, നിൻ്റെ മകൻ്റെ അങ്കിയോ, ഞങ്ങൾ അവനെ പറിച്ചു കയറിപ്പോയി, ഞങ്ങളവൻ്റെ അസ്തം ഞങ്ങൾക്ക് കിട്ടി എന്ന് അവൻ്റെ സഹോദരന്മാർ വീട്ടിലറിയിച്ചപ്പോൾ അത് തിരിച്ചറിഞ്ഞിട്ട് യാക്കോബ് നിലവിളിക്കാൻ തുടങ്ങി. അന്നു മുതൽ നീണ്ട 22 വർഷം അവന് ചൈതന്യം നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 37 അധ്യായം 35 വാക്യത്തിൻ്റെ അവസാന ഭാഗം, ഞാൻ ദുഃഖത്തോടെ എൻ്റെ മകൻ്റെ അടുക്കൽ പാതാളത്തിൽ ഇറങ്ങുമെന്ന് പറഞ്ഞു. ഇങ്ങനെ അവൻ്റെ അപ്പൻ അവനെക്കുറിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു. വാസ്തവത്തിൽ സംഭവിച്ചത് മറിച്ചാണ്. അവർ ഒരു കള്ളക്കഥ മെനഞ്ഞതാണ്. പക്ഷേ ആ സംഭവം യാക്കോബിൻ്റെ ജീവിതത്തിൽ വരുത്തിയ മാറ്റത്തെക്കുറിച്ചാണ് അല്പമായി നാം ചിന്തിക്കാൻ പോകുന്നത്. എന്താണ് യാക്കോബിൻ്റെ ചൈതന്യം നഷ്ടപ്പെടാൻ കാരണം? യോസഫ് 12 മക്കളിൽ 12 13 ദീന എന്ന മകൾ ഉൾപ്പെടെ 13, അതിൽ ഒരുവൻ മാത്രമാണ് നഷ്ടപ്പെട്ടത്. യോസഫിൻ്റെ 17 വയസ്സിലാണ് ഇത് നടക്കുന്നത്. അവൻ്റെ 39 വയസ്സിലാണ് ഉൽപ്പത്തി പുസ്തകം 45 അധ്യായത്തിൻ്റെ 27 വാക്യത്തിലെ സംഭവം ഉണ്ടാകുന്നു. ഒരിടത്ത് അവൻ കരഞ്ഞുകൊണ്ടിരുന്നു, മറുഭാഗത്ത് യാക്കോബിന് ചൈതന്യം വന്നു. എന്താണ് കാരണം? യാക്കോബിൻ്റെ ചൈതന്യം നഷ്ടപ്പെടുത്തിയത് എന്താണ്? അവനെ ദർശനം പ്രാപിച്ചവന് പല പ്രാവശ്യം ദൈവം അവന് ദർശനം നൽകിയതാണ്, വാഗ്ദത്തം കൊടുത്തതാണ്. ഉൽപ്പത്തി പുസ്തകം 28 അധ്യായത്തിൽ ദൈവനോട് സംസാരിച്ച് നമുക്ക് കാണാം. ബേഥേലിൽ വെച്ച് അന്ന് ദൈവസ്ഥാനം തീരുമാനമൊക്കെ എടുത്താണ്. തുടർന്ന് പല അധ്യായങ്ങളിലും ദൈവം അവനോട് ഇടപെട്ടത് നമുക്ക് കാണാം. 35 അധ്യായത്തിൽ അവനെ വീണ്ടും ദൈവം ഇടപെട്ട് ഈ ബേഥേലിലേക്ക് മടങ്ങിപ്പോകാം എന്ന് പറഞ്ഞ് നമുക്ക് കാണാം. ബേഥേലിൽ എത്തിയതിന് ശേഷം ദൈവം പിന്നെയും ഒന്ന് പ്രത്യക്ഷനായി എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ അനേക പ്രാവശ്യം ദൈവിക ദർശനം ആ ലാബാൻ്റെ വീട്ടിൽ വെച്ചും അവിടുന്ന് വന്നതിന് ശേഷവും ശേഖേമിൽ പോയി താമസിച്ചപ്പോൾ അവിടുന്ന് ബേഥേലിൽ പോകാനും ബേഥേലിൽ പോയപ്പോഴും ഒക്കെ ദൈവശബ്ദം കേട്ടവൻ, ദൈവിക ദർശനം പ്രാപിച്ചവൻ. എന്നാൽ ഇപ്പോൾ ഒരു മൂലയ്ക്ക് ഒതുങ്ങി കരഞ്ഞ് നിലവിളിച്ച് ചൈതന്യം നഷ്ടപ്പെട്ട് മറ്റുള്ളവർ ആശ്വസിപ്പിക്കാൻ വരുമ്പോഴും
ആശ്വാസം കൈക്കൊള്ളുവാൻ മനസ്സില്ലാതെ എല്ലാവരെയും മുൻപിൽ ദുഃഖപാത്രമായി ചൈതന്യമില്ലാത്തവനായി യാക്കോബിനെ നമുക്ക് കാണാം. എന്താ ഇത് പറ്റി? ഇതിന് കാരണം എന്താണ്? വാസ്തവത്തിൽ എന്ത് സംഭവിച്ചു? അവൻ്റെ ചൈതന്യം നഷ്ടപ്പെടാൻ കാരണമായിട്ട് ദൈവാത്മാവ് എനിക്ക് ബോധ്യപ്പെടുത്തിയ 3 കാര്യങ്ങൾ പ്രിയപ്പെട്ടവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ നമ്മളെയും കാണാം. നമ്മുടെയും ജീവിതത്തിൽ ചൈതന്യം നഷ്ടപ്പെട്ട് ആവശ്യമില്ലാതെ പരാതി പറഞ്ഞും പ്രവൃത്തും ദുഃഖിച്ചും ആളുകൾക്ക് ചെലവഴിക്കാൻ കാരണമെന്ത്? 1, യോസഫ് അവൻ്റെ സഹോദരന്മാരെ തിരക്കിപ്പോയപ്പോൾ അവരവനെ ദൂരെ വെച്ച് കണ്ടു, അവനെ പിടിച്ചു, പൊട്ടക്കണ്ടിയിട്ടു. എന്നിട്ട് അവർ അവനെ കൊടുത്ത റിപ്പോർട്ട്, യോസഫിനെ കുറിച്ച് കൊടുത്ത റിപ്പോർട്ട്, അത് 37-ാം അധ്യായത്തിലുണ്ട്. അവർ പറഞ്ഞു അവൻ്റെ തുണി ഊരി, വസ്ത്രം യോസഫിൻ്റെയാണ്. എന്നിട്ട് അതിൽ ഒരു ആനയെ കൊന്ന് അതിൻ്റെ രക്തത്തിൽ മുക്കി. നോക്കണം, ഒരു കഥ മെനഞ്ഞത്. എന്നിട്ട് യാക്കോബിന് കൊടുത്തയച്ചു, ഞങ്ങൾ നിൻ്റെ മോൻ വരുന്ന വഴിക്ക് അവനെ ഏതോ ദുഷ്ടമൃഗം പറിച്ച് കയറി, ഞങ്ങൾക്ക് ഈ തുണി മാത്രം കിട്ടി, ഇത് അവൻ്റേത് തന്നെയാണോ എന്ന് നോക്കി തിരിച്ചറിഞ്ഞോണം. നല്ല ഫാബ്രിക്കേറ്റഡ്, സുന്ദരമായിട്ട് മെനഞ്ഞുണ്ടാക്കിയ ഒരു കഥ. യാക്കോബ് അതങ്ങ് വിശ്വസിച്ചു. അന്ന് മുതൽ അത് തികച്ച അസത്യമാണ്. അന്ന് മുതൽ അവൻ്റെ കരച്ചിലും തുടങ്ങി. അപ്പോൾ യാക്കോബിൻ്റെ ചൈതന്യം നഷ്ടപ്പെടുത്തിയത് മനുഷ്യരുടെ കള്ളക്കഥയാണ്. ദൈവം എത്രയോ പ്രാവശ്യം അവനോട് ഹൃദ്യമായി സംസാരിച്ചു, ഇടപെട്ടു. അവന് സകല കാര്യങ്ങളിലും അവനോട് കൂട്ടിരുന്നു. മാത്രമല്ല, കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ, യബ്ബോക്കിടവിൽ വെച്ച് ദൈവത്തോട് മല്ല് പിടിച്ച് പേര് മാറ്റി ദൈവത്തോട് ആ അനുഗ്രഹം വാങ്ങിച്ച മനുഷ്യൻ ഇപ്പോഴാണ്ട് ഒരു മൂലയ്ക്ക് ചുരുണ്ടു മടങ്ങി കിടക്കുന്നു. കുടുംബത്തിൻ്റെ നിയന്ത്രണം അവൻ നഷ്ടപ്പെട്ടു. ആര് വന്നാലും, ആരവനെ കാണാൻ വന്നാലും വ്യസനപാത്രം, ദുഃഖപാത്രം. എൻ്റെ മോൻ പോയേ, എൻ്റെ മോൻ പോയേ, ഞാൻ ഈ ദുഃഖത്തോട് പാലത്തിലിറങ്ങുകയെ. കരച്ചില്ല, മോനെക്കുറിച്ച് കരച്ചിൽ. എത്ര കാരണം എന്താ? വ്യാജത്തെ വിശ്വസിച്ചത് കൊണ്ട്. അപ്പോൾ കള്ളക്കഥയെ വിശ്വസിച്ചുകൊണ്ട് അത് അതിനെന്നാ നമുക്കെന്നാ കാര്യം? ഞാൻ പറഞ്ഞോട്ടെ, ദൈവത്തിൻ്റെ സത്യത്തെ വിശ്വസിക്കാതെ മനുഷ്യനിർമ്മിതമായ വ്യാജങ്ങളിൽ വിശ്വസിക്കുമ്പോൾ അത് നമ്മുടെ ചൈതന്യത്തെ ബാധിക്കും. യോസഫ് ജീവിക്കുക, അവൻ പോയ വഴിയിൽ ദൈവം കൂട്ടുന്നു, അവൻ ഉന്നതമായ സ്ഥാനത്തെത്തി. പക്ഷേ യാക്കോബ് അതൊന്നും അറിയുന്നില്ല. മാത്രമല്ല, എത്രയോ കാര്യങ്ങളിൽ ദൈവശബ്ദം കേട്ടവൻ ഈ വിഷയം വന്നപ്പോൾ ഇല്ല, ഒന്നുമില്ല. മാത്രമല്ല, ഈ 22 വർഷത്തിനിടയ്ക്ക് ദൈവം യാക്കോബിനോട് ഇടപെട്ടതായിട്ടൊന്നും കാണുന്നില്ല. കാരണം ഉൾവലിഞ്ഞ് ദുഃഖിച്ച് കരഞ്ഞ് ഉൾവലിഞ്ഞ് ഒന്നിനും കൊള്ളാത്തവനായിട്ട് മാറി. ഒന്നിനും കൊള്ളാത്തവനായി. എത്ര ദുഃഖകരം! നമ്മുടെ ഈ ജീവിതത്തിൽ ഇത് തന്നെ സംഭവിക്കും. ദൈവവചനത്തെ വിശ്വസിക്കാതെ, ദൈവം തന്ന പ്രമാണങ്ങളെ വിശ്വസിക്കാതെ വ്യാജ കഥകളുടെ പുറകെ പോയാൽ, വ്യാജത്തെ വിശ്വസിച്ചാൽ നമുക്കും ഇത് തന്നെ സംഭവിക്കും. ഒന്ന് ശാന്തമായി ചിന്തിച്ച് നോക്കിയാൽ കാണാം. ദൈവത്തിൻ്റെ സത്യത്തെ വിശ്വസിക്കുന്നതിനേക്കാൾ ഇല്ല മനുഷ്യർ പറയുന്ന വാക്കുകൾ മുൻതൂക്കം കൊടുത്താൽ നമ്മുടെയും സ്ഥിതി ഇത് തന്നെ. അപ്പോസ്തലപ്രവൃത്തികളിൽ റോമിലേക്ക് പോകുമ്പോൾ പൗലോസിൻ്റെ കപ്പൽ യാത്ര എഴുതിയിട്ടുണ്ടല്ലോ. അതിൽ പൗലോസ് പറഞ്ഞു, ഇതൊരു നമ്മുടെ യാത്രയിൽ കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകും, ഇവിടുന്ന് മാറ്റരുതെന്ന് പറഞ്ഞപ്പോൾ ശതാധിപൻ ചെയ്തത് കപ്പലുടമയുടെയും ക്യാപ്റ്റൻ്റെയും വാക്ക് വിശ്വസിച്ചു. സാരമില്ല, തുടരാം, മുന്നോട്ട് പോകുക.
ഈ പേട്ട് തടവുകാരൻ, ഈ ഉദ്ദേശി, ഈ കൃഷിക്കാരനായ മനുഷ്യൻ അവൻ പറയുന്നത് വിശ്വസിക്കണ്ട. ഓക്കെ, അവർ മുന്നോട്ട് പോയി. ഫലമോ ഈശാനമൂലനടിച്ച് കപ്പൽ താർന്ന് എന്നിനെ പറയുന്നു. പിന്നെ എന്തെല്ലാം ദുരിതങ്ങൾ! 14 ദിവസം കടലിൽ കിടന്ന് വലഞ്ഞലഞ്ഞ് അവസാനം ദൈവകൃപയാൽ പൗലോസ് അതിനകത്ത് ഉണ്ടായിരുന്നുകൊണ്ട് ആ കപ്പൽ തകർന്നെങ്കിലും അവരെല്ലാം രക്ഷപ്പെട്ടു. ഇതുപോലെ ദൈവത്തിൻ്റെ സത്യത്തെ, വ്യാജ ഉപദേശത്തെ ആര് പിൻപറ്റുന്നോ അവർക്കെല്ലാം ഇത് തന്നെ അനുഭവം. മാത്രമല്ല, മുന്നോട്ട് നീങ്ങട്ടെ. അവന് പറയാനുള്ളത്, ആര് വന്നാലും യോസഫിന് പറയാനുള്ളത് എന്താണെന്നറിയോ? നക്ഷത്രത്തിൻ്റെ കഥയാണ്. രണ്ടാമത് നക്ഷത്രത്തിൻ്റെ കഥ. നഷ്ടബോധത്തിൽ ജീവിച്ചു. എൻ്റെ മോൻ പോയി. പിന്നീട് ബെന്യാമിനെ കൂടെ കൊണ്ടുപോകുവാൻ യോസഫിൻ്റെ സഹോദരന്മാർ ശ്രമിച്ചപ്പോൾ ആദ്യം യാക്കോബ് എന്ത് ചെയ്തിട്ട് സമ്മതിച്ചില്ല. അന്നേരത്തും പറയാണ്ട് യോസേഫില്ല, ശിമിയോനില്ല, ബെന്യാമിനെ നിങ്ങൾ കൊണ്ടുപോകും, സകലവും എനിക്ക് പ്രതികൂലം. കള്ളം വിശ്വസിക്കുന്നവർക്ക്, വ്യാജത്തെ വിശ്വസിക്കുന്നവർക്ക് ഇതാ അനുഭവം. അവർ ഒരിക്കലും സാധ്യത കാണത്തില്ല, നന്നിലും നന്മ കാണത്തില്ല. അത് മാത്രമല്ല, നഷ്ടബോധത്തിൽ നഷ്ടബോധത്തിൽ ജീവിക്കുന്ന ഇന്ന് ആത്മീയ മണ്ഡലത്തിൽ അനേക ആളുകൾ ഇതുപോലെ തന്നെ നഷ്ടബോധത്തിൽ ജീവിക്കുന്നുണ്ട്. സത്യമാണ്, പറഞ്ഞത് സത്യമാണ്, പക്ഷേ അർത്ഥസത്യമാണ്. നഷ്ടബോധം. മോൻ പോയി. അതിൽ ഞാൻ പറഞ്ഞേ, 2ാം പ്രാവശ്യം മിസ്രൈമിൽ പോകുന്ന കാര്യത്തിൽ യഹൂദ ബാധിച്ചപ്പോഴും യാക്കോബ് പറഞ്ഞത് ഇതാണ്: യോസേഫില്ല, ശിമിയോനില്ല, എല്ലാം നഷ്ടപ്പെട്ടു. ബെന്യാമിനെയും കൊണ്ടുപോകും, സകലവും എനിക്ക് പ്രതികൂലം. കാരണം വിശ്വസിച്ചിരിക്കുന്ന വ്യാജത്തെയാണ്. വ്യാജത്തെ വിശ്വസിക്കുന്നവർ നഷ്ടബോധത്തിൽ ജീവിക്കും. നഷ്ടബോധത്തിൽ ജീവിക്കുന്നവർക്ക് എപ്പോഴും പുലമ്പാനേ ഉള്ളൂ, പരാതിയുള്ളൂ. ഇന്ന് അനേക വിശ്വാസികളെ ആത്മീയ മണ്ഡലത്തിൽ നമുക്ക് കാണാം, നമുക്ക് ചുറ്റും തന്നെ കണ്ടേക്കാം. അവർക്ക് ഇന്നലെകളുടെ കോട്ടയങ്ങളെക്കുറിച്ച് പറയാനുള്ളൂ, ദൈവം സഹായിച്ചതിനെ കുറിച്ച് പറയാനില്ല. എത്രയോ സംഭവങ്ങൾ അത്ഭുതകരമായി ദൈവം നടത്തിയത്, ദൈവം വഴി തുറന്നത്, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ദൈവം അത്ഭുതകരമായി നടത്തിയത് ഒന്നും യാക്കോബിന് പറയാനില്ല. യാക്കോബിന് ഇപ്പോൾ പറയാനുള്ള എൻ്റെ മോൻ പോയി. അവന് ചൈതന്യവും തീർന്നു, അസ്വസ്ഥനായി. സകലവും അവൻ കാണുമ്പോൾ സകലവും അവന് പ്രതികൂലമാണ്. നോക്കണേ, വാസ്തവത്തിൽ സംഭവിച്ചോ മറിച്ചാണ്. യോസഫ് മിസ്രയീമിൻ്റെ അധിപതിയായി. പക്ഷേ യാക്കോബിന് അതൊന്നും വിഷയമല്ല. അവിടെ മറുവശത്ത് യോസഫ് ആണ് കാര്യങ്ങൾ ഇടപെട്ട് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ യവനിവിടെ പരാതിയാണ്. അയ്യോ, എല്ലാം എനിക്ക് പ്രതികൂലം, എല്ലാം എനിക്ക്. അവിടെ ആദ്യ പ്രാവശ്യം പോയി മിസ്രയീമിൽ ധാന്യം കൊണ്ടുവന്ന് അതിൻ്റെ വിലയും തിരിച്ചു കൊടുത്തയച്ചപ്പോഴും അവൻ പറഞ്ഞ സകലവും എനിക്ക് പ്രതികൂലം. അവരുടെ ഉള്ളം തളർന്നെന്നാണ് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. നോക്കണേ, കാരണം ഉള്ളം തളരും. വ്യാജത്തെ വിശ്വസിക്കുന്ന എല്ലാവരെയും ഉള്ളം തളരും. നഷ്ടബോധത്തിൽ ജീവിക്കുന്ന എല്ലാവരെയും ഉള്ളം തളരും. നാമോ ഇതുപോലെയാണെങ്കിൽ നമ്മുടെ ഈ ജീവിതത്തിനൊരു മാറ്റം ഉണ്ടാകത്തില്ല. മാത്രമല്ല, മറ്റൊരു കാര്യം കൂടി ആ ബന്ധത്തിൽ പറയാൻ. കാര്യം വളരെ സിമ്പിളാണ്, പക്ഷേ നാം അത് ആഴത്തിൽ ചിന്തിക്കുമ്പോൾ ഗൗരവം പിടികിട്ടും. മൂന്നാമത് എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, അവൻ ജീവിച്ചത് ഭൂതകാലത്തിലാണ്. അവൻ എപ്പോഴും കഴിഞ്ഞ നാളുകളിലെക്കുറിച്ച് എൻ്റെ മോൻ പോയി ആ ഓർമ്മയാണ് ഭൂതകാലത്തിലെ നക്ഷത്രത്തിൻ്റെ ഓർമ്മ. അതേ സമയത്ത് 1-2 ഉദാഹരണങ്ങൾ പറയാമല്ലോ. അബ്രഹാം, ഇയ്യോബ് പോലുള്ള ഭക്തന്മാരുടെ ജീവിതത്തെ നോക്കിയാൽ 11-ാം അധ്യായത്തിൽ അതേക്കുറിച്ച് എഴുതിയിരിക്കുന്നല്ലോ. അവൻ കൂടാരങ്ങളിൽ പാർത്ത് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ള നഗരത്തിനായി കാത്തിരുന്നു. ഭാവിയിൽ അവൻ ജീവിച്ചേ. അതുപോലെ ഇയ്യോബ് ശരീരം ആകപ്പാടെ പുഴുക്കൾ തിന്ന് ദ്രവിച്ച്, അല്ലെങ്കിൽ പുഴുക്കൾ പുൺവായികൾ പഴുത്ത് പൊട്ടുന്ന പുഴുക്കരിക്കുന്ന ശരീരവുമായി ഇരുന്നിട്ട്
അവൻ പറയുകയാണ്, എൻ്റെ വീണ്ടെടുപ്പാരൻ ജീവിച്ചിരിക്കുന്നു, അവൻ ഒടുവിലത്തെ നാളിൽ പുടുമയിൽ നിൽക്കും. എൻ്റെ ത്വക്ക ഇങ്ങനെ ക്ഷയിച്ചതിന് ശേഷം ഞാൻ ദേഹസഹിതനായി അവനെ കാണും, അന്യനല്ല, എൻ്റെ സ്വന്തം കണ്ണു തന്നെ അവനെ കാണും. നോക്കണം, എല്ലാം നഷ്ടപ്പെട്ടു. യാക്കോബിന് ഒരു മോനെ പോയുള്ളൂ, അത് തൽക്കാലത്തേക്ക്. അവൻ പോഷ്ക്ക് വിശ്വസിച്ചതുകൊണ്ട്, പോഷ്ക്ക് അവനിൽ അടിഞ്ഞുകൂടിയത് കൊണ്ട് ഒരു പക്ഷേ വേറെ ആരെങ്കിലും വന്ന് ഇനി ഈ ഇടയ്ക്ക് ഞാൻ പറയട്ടെ, ഈ വന്ന് രണ്ടാം പ്രാവശ്യം പോയിട്ട് വന്നിട്ട് സഹോദരന്മാർ പറയുകയാണ്, അല്ലെ 45 അധ്യായത്തിൻ്റെ 26 വാക്യം, അവനോട് യോസഫ് ജീവനോടിരിക്കുന്നു, അവൻ മിസ്രയീം ദേശത്തിനൊക്കെയും അധിപതിയാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ശ്രദ്ധിക്കണം, യാക്കോബ് സ്തംഭിച്ചു പോയി. അടുത്ത് അവർ പറഞ്ഞത് വിശ്വസിച്ചില്ല. നോക്കണം, സത്യം പറഞ്ഞപ്പോൾ വിശ്വാസമില്ല. ഇതുപോലെ തന്നെയാ ഭൂതകാലത്ത് ജീവിക്കുന്നവർ, നഷ്ടബോധത്തിൽ ജീവിക്കുന്നവർ, പോഷ്കിൽ വിശ്വസിക്കുന്നവർ സത്യം പറഞ്ഞാലും വിശ്വാസം. വളരെ രസകരമായ സംഭവമാണ്. ഇനി ഇതിലും രസകരമായ സംഭവം, ഈ 22 വർഷം എങ്ങനെയാണെന്ന് ചോദിച്ചേക്കാം. യോസഫിൻ്റെ 17ാമത്തെ വയസ്സിലാണ് അവനെ സഹോദരന്മാർ മിസ്രയീമിലേക്ക് വിറ്റത്. അവൻ്റെ 39ാമത്തെ വയസ്സിലാണ് സഹോദരന്മാർ അവിടെ ചെല്ലുന്നത്. 22 17 39, അതായത് 22 വർഷം. യോസഫ് ഫറവോൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ അവന് 30 വയസ്സാണ്. എന്നിട്ട് സമൃദ്ധിയുടെ കാലം 7 വർഷം, 37. പിന്നെ ക്ഷാമം 2-ാം വർഷത്തിലാണ് ഇവർ മിസ്രയീമിൽ ധാന്യം വാങ്ങാൻ പോകുന്നത്. അങ്ങനെ 39. അപ്പോൾ 22 വർഷം ഈ യവനിങ്ങനെ ദുഃഖിച്ചും കരഞ്ഞും വിലപിച്ചും മൂലയ്ക്ക് ഒതുങ്ങിയ കാലത്ത് അവൻ ദൈവിക ഇടപെടലും ഉണ്ടായില്ല, ദൈവം അവനോട് സംസാരിച്ചില്ല. കാരണം അവനെ ഫോഴ്സ്കല്ലേ സത്യം പറഞ്ഞാൽ വിശ്വസിക്കുകയില്ല. ചിന്തിച്ചു നോക്കുക, അവൻ്റെ സ്ഥാനത്ത് നമ്മളെയും നിർത്തി, യാക്കോബിൻ്റെ സ്ഥാനത്ത് നമ്മളെയും നിർത്തിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെയും ജീവിതത്തെ ഒന്ന് തുലനം ചെയ്ത് ഒന്ന് നോക്കിയാൽ അറിയാം, നാം ചൈതന്യവത്തായി ക്രിസ്തീയ ജീവിതം നയിക്കുന്നോ അതോ പോഷ്ക്ക് വിശ്വസിച്ച് നഷ്ടബോധത്തിൽ ജീവിച്ച് ഭൂതകാലത്തിന് തടവിൽ നാം കിടക്കുന്നുവോ? എന്ന് പറഞ്ഞത് അബ്രഹാം ഭാവി നോക്കി കണ്ട് ദൈവശില്പിയായി നിർമ്മിച്ച അടിസ്ഥാനങ്ങളുള്ള നഗരത്തിന് കാത്തിരുന്നു. യോബ്, അവനൊരു സംശയവുമില്ല, ഈ ത്വക്ക് പോയാൽ, ഈ ശരീരം പോയാൽ ഞാൻ ഈ ശരീരത്തിൽ നിന്ന് തന്നെ എൻ്റെ കർത്താവിനെ കാണും. എത്ര വലിയ പ്രത്യാശ! അപ്പോൾ അവൻ്റെ കഷ്ടത്തിനൊന്നും യോബിനുണ്ടായ നഷ്ടത്തിൻ്റെ 10% പോലും യാക്കോബിനുണ്ടായില്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്, അവനെ ഭൂതകാലത്തിലാണ് ജീവിക്കുന്നത്. ഞാനൊന്ന് പറയട്ടെ, ഭാവിയെക്കുറിച്ചുള്ള ദർശനമില്ലാത്ത, ഭാവിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടില്ലാത്ത, ഭാവി പ്രത്യാശയില്ലാത്ത ഏതൊരു വ്യക്തിയും അരിഷ്ടനും ചൈതന്യമില്ലാത്തവനുമായി മൂലിക്കുന്നു. മാത്രമല്ല, ഒരു വശത്ത് അവൻ്റെ സഹോദരന്മാർ, യോസഫിൻ്റെ സഹോദരന്മാർക്ക് അല്ലെങ്കിൽ യാക്കോബിൻ്റെ 10 മക്കൾക്കും 10 പുത്രന്മാർക്കും രസകരമായൊരു സംഭവമുണ്ട്. അപ്പനെ പറ്റിച്ചേ. കൊച്ചു പിള്ളേർ ചിലപ്പം എൻ്റെ കൊച്ചുമോൻ വന്ന് പറയും അപ്പച്ചനെ പറ്റിച്ചേ. ഇതുപോലെ അപ്പനെ പറ്റിച്ചേ. ഇതേപോലെ പിശാച് അനേക വിശ്വാസി പറ്റിച്ച് കബളിപ്പിച്ച് അവരെ ചൈതന്യം നഷ്ടപ്പെടുത്തി, അവരുടെ പ്രകാശം നഷ്ടപ്പെടുത്തി, ജീവിതത്തിൻ്റെ ആ ഊർജ്ജസ്വലത നഷ്ടപ്പെടുത്തി അവരെ ഒന്നിനും കൊള്ളാത്തവരായി മാറ്റിയിരിക്കുന്ന ദുഃഖകരമായ സംഭവം ധാരാളമുണ്ട്. ഞാനൊന്ന് പറയട്ടെ, ദൈവവചനത്തിന് വിരുദ്ധമായി, ദൈവം നമ്മോട് പറഞ്ഞതിന് വിരുദ്ധമായി
ഒരിക്കലും സംഭവിക്കുകയില്ലെന്നുള്ള ബോധ്യം നമുക്ക് മാത്രമല്ല, യോസഫ് അവനുണ്ടായ ദർശനങ്ങൾ അപ്പനോട് പറഞ്ഞതാ, അപ്പന് പറഞ്ഞതാ. നോക്കിക്കോണം, പിശാച് എത്ര തന്ത്രപരമല്ല ശ്രമിക്കുന്നേ. മാത്രമല്ല, യാക്കോവിൻ്റെ മക്കള് അവനെ പറ്റിച്ചു. വാസ്തവം പറഞ്ഞാൽ അവരുടെ പോഷ്ക്ക് പിൽക്കാലത്ത് വെളിപ്പെട്ടു. അതിപ്പോഴും അവരാണെന്ന് യാക്കോബ് അപ്പോഴും അറിയുന്നില്ല. അതുപോട്ടെ, യാക്കോബ് കുടുംബത്തിൻ്റെ നാഥനാണ്. പഴയ ഇതനുസരിച്ച് ഗോത്രപിതാവാണ്, ആ വംശത്തിന് തലവനാണ്. അവിടെ അവസാന വാക്ക് യാക്കോബിൻ്റെയാണ്. പക്ഷേ ഇപ്പോൾ ഒരു തെറ്റായ മാതൃക, ഒരു കുടുംബത്തിന് മേലുള്ള നിയന്ത്രണം അവന് നഷ്ടപ്പെട്ടു. കുടുംബത്തെ നടത്തുവാനുള്ള ചൈതന്യം അവന് നഷ്ടപ്പെട്ടു. മക്കളായി ഭരണം. എന്താ കാരണം? പോഷ്ക് വിശ്വസിച്ചു, നഷ്ടബോധത്തിൽ ജീവിച്ചു, ഭൂതകാലത്തിൽ ജീവിച്ചു. ഭാവിയെക്കുറിച്ച് അവനൊന്നും ഇപ്പോൾ പറയാനില്ല. യോസഫ് ഞാൻ നേരത്തെ പറഞ്ഞ വിഷയത്തിലൂടെ വരട്ടെ. യോസഫ് അപ്പനോട് ചെന്ന് ദർശനം പറഞ്ഞത് സ്വാഭാവികമായിട്ട് ഇതുപോലെ പല ദർശനങ്ങളും യോസഫ് കണ്ടത് അവൻ അറിയിച്ചിരിക്കാം. അപ്പോൾ യാക്കോബിന് ചിന്തിക്കാം, ദൈവമാണ് അവനെ കാണിച്ചത്. എൻ്റെ ദൈവം പോഷ്കു പറയത്തില്ല, ദൈവം അത് നിവർത്തിക്കും എന്ന് ചിന്തിക്കാം. അതൊന്നും ചിന്തയില്ല. ദൈവമായുള്ള ഒരു കാര്യത്തിനും ഇപ്പം മനുഷ്യർ പറഞ്ഞ വിശ്വസിച്ചു. ഇന്ന് വിശ്വാസികളുടെ നല്ലൊരു സമ്മാനം ദുഃഖത്തിന്, വേദനയ്ക്ക്, നിരാശയ്ക്ക് ലോകത്തിലെ മിടുക്കന്മാർ പറയുന്നത് അവസാന വാക്കതാണ്. വൈദ്യശാസ്ത്ര രംഗത്തോ ധനപരമായ രംഗത്തോ ഞാൻ മറ്റേതിൽ കുറ്റപ്പെടുത്തുകയല്ല. ഇങ്ങനെയുള്ള ആളുകൾ പറയുന്ന എക്സ്പെർട്ട് അഡ്വൈസ്, അവർ ആ രംഗത്ത് മിടുക്കനാണ്. അവർ പറയുന്നതിന് അപ്പുറം വേറെയില്ല. എന്നാൽ ദൈവത്തിൻ്റെ ജ്ഞാനം അവരുടെ ജ്ഞാനത്തെ ഭോഷത്വമാക്കി. ദൈവം തന്നെ ജ്ഞാനത്തിൽ. അപ്പോൾ ദൈവവചനത്തെ വിശ്വസിക്കാതെ മനുഷ്യൻ്റെ വാക്കിനെ പോഷ്കിനെ വിശ്വസിച്ചാൽ നമ്മുടെ സ്ഥിതി പിശാച് മാറി എന്നോട് ചിരിക്കുക, ഞാൻ അവനെ പറ്റിച്ചേ, അവനൊന്നുമില്ലാതായി, അവൻ പ്രയോജനമില്ലാത്തവനായി, അവൻ മൂലയ്ക്കൊതുങ്ങി എന്ന അനേകരെ കുറിച്ച് പിശാച് പറയത്തക്ക നിലയിൽ അവരുടെ ജീവിതം മാറിക്കഴിഞ്ഞു. അതിന് കാരണം ഇതാണ്, പോഷ്ക് വിശ്വസിച്ചു. നഷ്ടബോധത്തിൽ നഷ്ടപ്പെട്ടു ഇരിക്കട്ടെ, എൻ്റെ ദൈവം എനിക്ക് അത് നികത്താൻ മതിയായവൻ എന്ന് വിശ്വസിക്കുന്നില്ലല്ലോ. ഭൂതകാലത്തിന് തടവിൽ ആര് വന്നാലും ഇത്ര വർഷമായി, ഇത്ര നാളായി, അതേ പറയാനുള്ളൂ. ദൈവം നടത്തിയ എല്ലാം മറന്നു, ദൈവം സഹായിച്ചെല്ലാം മറന്നു, ദൈവം സൂക്ഷിച്ചെല്ലാം മറന്നു, ഇതുവരെ കൊണ്ടുവന്ന ദൈവത്തിൻ്റെ വഴികൾ മറന്നു. എത്ര ദുഃഖകരമാണ്. അപ്പോൾ ദർശനം പ്രാപിച്ചവൻ, ദൈവകൃപ പ്രാപിച്ചവൻ, ദൈവശബ്ദം കേട്ടവൻ ഇപ്പോൾ ചുരുന്നുകൂടി വരുമ്പോൾ ഏതായാലും ദൈവം അവർക്ക് വേണ്ടി ഭാവി കരുതി. മാത്രമല്ല, ദൈവിക പദ്ധതി നിറവേറണമല്ലോ. ഇനി രസകരമായ വേറൊരു കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നീണ്ട 22 വർഷം ദൈവം ശബ്ദം കേട്ടതായി അവിടെ കാണുന്നില്ല. എന്നാൽ മിസ്രൈമിലേക്ക് പോകാൻ അവൻ ഒരുങ്ങി എല്ലാം തയ്യാറായി ആ യോസഫ് അയച്ച രഥത്തിൽ കയറി പോകാൻ ഒരുങ്ങിയപ്പോൾ ദൈവം ഇടപെട്ടു. യാക്കോബേ, യോസഫ് നിന്റെ കണ്ണ് തിരുമ്മി അടയ്ക്കും എന്ന് ആ നിലയിൽ ദൈവം എന്നോട് സംസാരിച്ചു. നോക്കണേ, അപ്പോൾ പോഷ്ക് വിശ്വസിച്ചിരിക്കുന്നിടത്തോളം കാലം യോസഫ് പറിച്ചു കയറിപ്പോയതല്ല. നഷ്ടബോധത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം, ഭൂതകാലത്തിന് തടവിലായിരിക്കുന്നിടത്തോളം കാലം കർത്താവ് നമ്മോട് ഇടപെടത്തില്ല. മടങ്ങി വന്ന് ചൈതന്യം പ്രാപിച്ച്, എന്നാൽ ഒരു വശത്ത് ദൈവിക ഇടപെടലായിരുന്നു. അവന് തിരിച്ചു വന്ന് യോസഫാണ് മിസ്രൈമിൻ്റെ മന്ത്രി എന്ന് പറഞ്ഞപ്പോൾ ആ വാക്ക് വിശ്വസിക്കാൻ അവന് കഴിഞ്ഞില്ല. യോസഫ് രഥം അയച്ചു കൊടുത്തില്ലായിരുന്നെങ്കിൽ യാക്കോബ് വിശ്വസിക്കുകയുമില്ല. നോക്കണം, അത്ര ആഴത്തിലാണ് പോഷ്ക് അവൻ്റെ മേൽ സ്വാധീനം ചെലുത്തിയത്. ഇതേപോലെ തന്നെ
ആത്മീയ രംഗത്തും അനേകരും സ്വാധീനം ചെലുത്തും. ഏതായാലും പിന്നീട് 17 വർഷം കൂടെ അവൻ ജീവിച്ചിരുന്നു. മിസ്രൈമിൽ വെച്ച നന്മകൾ കണ്ടു. പ്രിയമുള്ളവരെ, ദൈവസ്ഥലം മടങ്ങി വന്നു നമ്മുടെ ചൈതന്യം നഷ്ടപ്പെടാൻ കാരണം എന്താണെന്ന് മനസ്സിലാക്കി എന്നേക്കും ജീവിക്കുന്ന യോസഫിനേക്കാൾ വലിയവനായ കർത്താവ് അല്ലെങ്കിൽ അവൻ്റെ വചനത്തെ വിശ്വസിച്ച് നഷ്ടത്തെ മറന്ന് കർത്താവിൽ ആശ്രയിച്ച് അവൻ്റെ വചനത്തിൽ ആശ്രയിച്ച് അവൻ്റെ വെളിപ്പാടിൽ ഭാവിയെ നോക്കി നാം മുന്നോട്ട് പോയാൽ യാക്കോബിനുണ്ടായ പരാജയം നമ്മുടെ ജീവിതത്തിൽ വരാതെ സൂക്ഷിക്കുക. ഇങ്ങനെയുള്ള ആരെങ്കിലും എന്നെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭോഷ്ക് വിശ്വസിച്ച് നഷ്ടബോധത്തിൽ ഭൂതകാലത്തിന് തടവിൽ നിരാശ്രയരായി കർമ്മശേഷി നഷ്ടപ്പെട്ട് എന്ന് പരാതി മാത്രം പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നവരാരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഇന്ന് ദൈവാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നു. മാനസാന്തരപ്പെടുക, മടങ്ങി വരിക. നിന്റെ കർത്താവ് മരിച്ചിട്ടില്ല, അവനെല്ലാം കരുതുവാൻ മതിയായവൻ. അവൻ നിനക്ക് വീണ്ടും ചൈതന്യം നിന്ന് നീ യഥാസ്ഥാനപ്പെടുത്തി നിത്യതയിൽ കൊണ്ടെത്തിക്കുവാൻ കർമ്മശേഷി ഉള്ളവനാക്കി നിന്നെ വീണ്ടും ചൈതന്യവത്താക്കി വീണ്ടും ശുശ്രൂഷയിൽ വീണ്ടും ക്രിസ്തീയ ജീവിതത്തിൽ ധന്യമാക്കുവാൻ എൻ്റെ കർത്താവ് മതിയായവൻ. അവങ്കിലേക്ക് മടങ്ങി വരിക. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്നേഹവനായ സ്വർഗീയ പിതാവേ, അവിടുത്തെ കരങ്ങൾ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. അതായ യോസഫിന് ചൈതന്യം നഷ്ടപ്പെട്ട് ദുഃഖിതനായി നീണ്ട 22 വർഷം ചെലവഴിച്ചത് കർത്താവേ ഞങ്ങൾ ചിന്തിച്ചു. നാഥാ, പരാതി മാത്രം പറഞ്ഞ് നഷ്ടബോധം മാത്രം പറഞ്ഞ് അവൻ ജീവിച്ച ദുഃഖകരമായ നാളുകൾ കർത്താവിനെ മടക്കൊണ്ടുന്ന പോലെ കർത്താവ് യോസഫ് ജീവിച്ചിരിക്കുന്നു. മിസ്രൈമിൽ യോസഫ് അധിപതിയെങ്കിൽ ഞങ്ങളുടെ കർത്താവ് ഒരിക്കലും മാറുന്നവനല്ലോ. അങ്ങയുടെ വചനത്തിൽ ആശ്രയിച്ച്, അങ്ങയുടെ സത്യത്തിൽ ആശ്രയിച്ച്, അങ്ങയുടെ വചനത്തെ വിശ്വസിച്ച് അതിനായി കാത്തിരുന്ന് അങ്ങിൽ നിന്ന് ചൈതന്യം പ്രാപിപ്പാൻ, ഉദ്ധാരണം പ്രാപിപ്പാൻ, ബലം പ്രാപിപ്പാൻ, യഥാസ്ഥാനപ്പെടുവാൻ പ്രിയമുള്ളവരെ സഹായിക്കണമേ. അപ്പം അങ്ങനെയുള്ള ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് അവരോട് ഇടപെടണമേ, അവരോട് സംസാരിക്കണമേ, മടക്കി വരുത്തണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഞങ്ങൾക്കായി പ്രാർത്ഥിക്കുക. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.